ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം തന്നെയാണ്. അപ്പം ഇന്ന് നമ്മളെ ചെടികളൊക്കെ കണ്ടോ, എല്ലാം പൂത്ത് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ലോണം കാടയിക്കണ്, ഒക്കെ ഒന്ന് മാറ്റി കുഴിച്ചിടാനൊക്കെ അയക്കണം. നല്ലോണം കാടയിക്കണം, വല്ല എന്തൊക്കെയും വന്ന് കടന്നാൽ കാണൂല. ഈ റോസ നൂഹാക്ക് ചുമയാണ്, അത് പകരിയ എന്തെത്താണാവോ. ഏതായാലും റോസാക്കൊമ്പൊക്കെ ഇവിടുത്തൊക്കെ പോയിന് കേട്ടോ. 2-3 കളറുണ്ട്, അതിനൊക്കെ പോയി. അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുവന്ന് നട്ട് വെച്ചതാട്ടോ. അതിമൊരു പൂവൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലാട്ടെന്ന്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, നല്ല പുല്ലുണ്ടായിക്കണ്. അപ്പം അതൊക്കെ ഒന്ന് ചത്തട്ടെ എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെടികളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ ഈ പുല്ലൊക്കെ ഒന്ന് ചത്തട്ടെ എന്ന് കരുതിങ്ങാണ്ടേ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കുറേ ഒക്കെപ്പാടെയൊന്നും ഒന്ന് ചത്താൻ കഴിയില്ല, ഇവിടെ നല്ല വെയിലാണ്. കുറച്ച് ഇങ്ങനെ ചെത്തുകയാണെന്ന് വെച്ചെങ്കിൽ, നല്ല പുല്ലാണെന്ന് വെച്ചെങ്കിൽ അതേ ഒന്നും കൂടി ഇതാക്കി കൊടുത്തുങ്ങാണ്ടേ ഒന്ന് ചെറുതാക്കിയാൽ നമ്മളെ കോഴിക്കൊക്കെ ഇട്ടും കൊടുക്കുക. അപ്പം അങ്ങനെ ലേസം ചെത്തിങ്ങാണ്ട് അതൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞ് ഐറ്റങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുള്ള ഓരോ ദിവസവും അങ്ങനെ എടുക്കണത്. എന്താ ഇപ്പോൾ പറയുക, ഈ പുല്ലിന് കറുകപ്പുല്ല് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ്. അപ്പോൾ അത് നല്ലോണം കൊത്തി തിന്നും കോഴികൾ. ഇവിടേക്ക് വിട്ടിക്കൊക്കെ ആണെങ്കിൽ ഒരു നല്ലോണം തിന്നും കേട്ടോ. അങ്ങനത്തെ പുല്ല് ഐറ്റങ്ങൾക്ക് ഇഷ്ടമല്ലേ. അങ്ങനെ അപ്പോൾ ഇച്ചിരി ഇങ്ങനെ ചെത്തി, ഇന്നലെ കുറച്ച് ചെത്തി, അങ്ങനെ കുറച്ച് ഇങ്ങനെ ചെത്തി എടുക്കുകയാണ് കേട്ടോ. ഇത് റോഡാണ്, റോഡിൻ്റെ സൈഡാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം, തുടച്ചിട്ടില്ല, അങ്ങനെ തൂപ്പ് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുന്ന് വെച്ചിരിക്കണേക്ക് ഞാൻ ഇച്ചിരി പെനോയിൽ എൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈച്ച ശല്യമൊന്നും ഉണ്ടാവില്ല എന്തായാലും. പിന്നെ കുറച്ച് സ്മെല്ലും ഒക്കെ ഉണ്ടാവും. എന്നൊന്നും ഒഴിച്ചാലില്ല, എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് വെള്ളത്തേക്ക് നമ്മൾ തുടക്കാനെടുത്ത വെള്ളത്തിൽ കണ്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു ഇത് വേറെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ 2 ദിവസം മുമ്പ് നല്ല മഴയാണ് കേട്ടോ, നല്ലോണം പെയ്തു. ഇന്ന് നല്ല വെയിലാണ്. അപ്പം അങ്ങനെ നമ്മളെ സിറ്റ് ഔട്ടൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ, എന്നിട്ട് വേണം അകം തുടക്കാൻ കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റ് ഇടുക, സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതൊന്നും മറക്കണ്ട കേട്ടോ. അതൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്തോളിയും. അങ്ങനെ സിറ്റ് ഔട്ടിൻ്റെ ഈ തിണ്ട് തുടക്കുമ്പോഴേ അത് നമ്മൾ ഇതുകൊണ്ട് മാത്രം തുടച്ചാൽ പിന്നെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഞാൻ വേറൊരു തുണി വെച്ച് നല്ലോണം തുടച്ചെടുക്കലാട്ടോ, എന്നാലേ വൃത്തി ഉണ്ടാവുള്ളൂ. ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുത്താൽ അങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ടും ഒക്കെ തുടക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ അകം തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിന്ന്. പിന്നെ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് നമ്മളെ കൊല്ലം ഫെസ്റ്റ്. കൊല്ലത്ത് എന്നും ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. ഒരു കൂട്ടർ വന്നുങ്ങാണ്ട് അത് കുറേ കാലമൊക്കെ നിന്ന് അതാണ് പോകും, രണ്ടാമത്തെ വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ അതിന് പോവുകയാണ്. പോയി എല്ലാം കൂടി ഒന്നും എടുത്തിട്ടില്ല. അത് കണ്ടോ, ടൈറ്റാനിക് കപ്പലിൻ്റെ രൂപത്തിലൊരു സംഭവം അവിടെ പണിതുണ്ടാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. പിന്നെ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെയുള്ള ടൈറ്റാനിക്കിൻ്റെ സംഭവങ്ങളും, അതുപോലെ അത് കഴിഞ്ഞാൽ അതിൽ രാജാക്കന്മാരെ ഓരോരോ സംഭവങ്ങളും, ഇരിക്കണ കസേര, അങ്ങനെയുള്ള സംഗതികളും ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോരോ സംഗതികൾ ഇതിലുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ഇരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം മക്കൾക്ക് ഇങ്ങനത്തെ ഒക്കെ കണ്ടാൽ പിന്നെ അതിൽക്കൂടി ആകെ ഓട്ടാണല്ലോ. അതുപോലെ കുറച്ചാണ് പോകും, പിന്നെ നമ്മളെ കാണില്ലെങ്കിൽ തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും, അങ്ങനെയൊക്കെയാണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിന് നമ്മൾ മക്കളെ നോക്കുമ്പോൾ മക്കളെ കിട്ടൂല, ഓല് നമ്മൾ ഇവിടേക്ക് ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോഴത്തേന് പോലെ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ എത്തിയേക്കും. പിന്നെ ഇത് ഇങ്ങനെ ഒരു ഗുഹ കേട്ടോ, ആ ഗുഹ മാതിരി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ വവ്വാലുകൾ കുറേ, പിന്നെ കാട്, പിന്നെ വള്ളിക്കെട്ടുകൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഗതിയാണ്.
അപ്പം അതിൻ്റെ ഉള്ളിൽ വെറുതെ പേടിയൊന്നും ആവില്ല കേട്ടോ, ഇരുട്ടാണെന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് പോയി പോന്നു. ഞങ്ങളവിടെയൊക്കെ ഉണ്ട് നരിമട, അതിൻ്റെ ഉള്ളിലേക്ക് പോണ മാതിരിയൊക്കെ തോന്നിച്ചതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അതേപോലെയൊക്കെ അത്. പക്ഷെ അതിൻ്റെ നരിമടൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. അതിങ്ങനെ ഒന്നായിട്ട് പണ്ടത്തെ എന്തോ ഒരു കുഴിയാണ്. പിന്നെ അത് പിന്നെ ഇതാ പാർക്കുകളും അതിൽ ആടാനും പാടാനും ഒക്കെ ഉണ്ട്. യന്ത്രൂഞ്ഞാൽ, പിന്നെ തോണി ഒക്കെ ഉണ്ട്. അതിലൊന്നും കയറിയിട്ടില്ല. മക്കൾക്ക് ഇതിലൊന്ന് കയറണം പറഞ്ഞ് ഇതിലൊന്ന് കയറി ഓലൊന്നാടി. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഇഷ്ടംപോലെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല. ഇവിടെ കൊല്ലത്തില്ലോലൊക്കെ പോയി നോക്കിയാൽ കാണാം. നല്ല സൂപ്പർ തന്നെയാണ്, കാണാനൊക്കെ കുഴപ്പമില്ല. പിന്നെ ഇനിയിപ്പോൾ വെക്കേഷനല്ലേ, ഓണം എന്നാണ് പറയുന്നത്, ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ. അപ്പത്തിന് ഇത് അതിൻ്റെ അപ്പുറത്ത് വേറെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടാവും വേണമെങ്കിൽ. അപ്പം ഇവിടെ തന്നെ ഉണ്ട് കാണാനൊക്കെ കേട്ടോ. അപ്പം പിന്നെ എന്തിലേലൊന്ന് കയറ്റായിട്ടേ. പിന്നെ അതാ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സൂപ്പർ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും വരെ.